Is it true? Is it true? Yeah, yeah. 너무 아름다워 두려워. 가라 아따가라 가들게네 가라 아따가라 가들게네 ഹലോ കണ്ണനാ? എന്നടാ കണ്ണൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 16306 കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ്. കുട്ടാ, ഞാൻ എന്തിനാടാ എന്നെ തല്ലുന്നേ? ഓ അപ്പൊ പെട്ടിയും കളിക്ക് എടുത്തിട്ട് നാട് വിടാനാണല്ലേ നിന്റെ പ്ലാൻ? ലേശം നാട് വിടണം നിനക്ക്. ഇനി ഞാൻ നാട് വിടാൻ വന്നല്ല. പിന്നെ നീ രാവിലെ തന്നെ കാട്ടിയോളാൻ വന്നെയാ? സത്യം പറയടാ, നീ ട്രെയിനിൽ തല വെക്കാൻ വന്നല്ലേ? എടാ, പെട്ടിയും കിടക്ക് എടുത്തിട്ട് ആരെയും തല വെക്കാൻ വരുവാടാ. ഈ അഴുതെടുത്ത സൈക്കാട്രിസ്റ്റ് ആണ്. അതായിരിക്കും നിന്നെ ഡൗട്ട് അടിക്കാണ്ടിരിക്കാനാണെങ്കിലോ? പിന്നെ സൂര്യൻ ഉദിച്ചിട്ട് നാട്ടാരോഗ്യരുടെ തല വെക്കാൻ നിനക്ക് തിപ്പരിയാണ്ട. എന്നാ പിന്നെ എനിക്ക് രാത്രി ഏതെങ്കിലും റെയിൽവേ ഗേറ്റിൽ പോയി കിടന്നാ പോരെ. തല വെച്ച നിന്നെ തല്ലി കൊല്ലണം. കൊല്ലടാ കൊല്ലി, ഏട്ടൻ അനിയനും കൂടി എന്നെ തല്ലിക്കൊല്ലും. ഓ കുടുംബി, പണ്ട് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞു ട്രെയിനിന് മുന്നിൽ ചാടുന്നതിലൊരു ഫണ്ണില്ല, ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടുന്നതിലാ ത്രില്ലെന്ന്. എടാ, ഞാൻ വെറുതെ പറഞ്ഞാടാ. പലതരം സൈക്കോനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊന്നിനി മതിയടാ കൂട്ടാ, ഇനം വന്ന കാര്യം പറയട്ടെ. ആ അങ്ങനെ ചോയ്ക്ക്. അതുണ്ടല്ല കുട്ടാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ഒളിച്ചോടിയാ? ഓടി. ഒറ്റക്കല്ല, ഓളപ്പുരം. ഏതോള്? ഓ ദാറ്റ്മാനാക്കിയാണോ കണ്ണേട്ട? നീ മിണ്ടരുത്. പറയടി, ഏതടിയോള്? അതിന്റെ ഉണ്ണിയേട്ടാ, കണ്ണേട്ടൻ പറഞ്ഞു ഇതുപോലെ വിഷമിച്ചിരിക്കുമ്പോ പുതിയ മാലാക വന്ന് രക്ഷിച്ചിട്ട് ന്യൂ ലൈഫ് കൊടുക്കുമെന്ന്. എടാ സാമദ്രോഹി, ഇതിനാലടാ നീ എന്റെ മെഹ്റൂനെ ഒഴിവാക്കിയേ. മോളെ, ഇവര് പറഞ്ഞതിന്റെ വില എനിക്ക് ഇപ്പാ മനസ്സിലാവുന്നു. നീ ആ പുത്തേടത്ത് മീനാച്ചിന്റെ മോളെന്നെ. നിന്റെ ആങ്ങളെയാന്ന് പറയാൻ ഞാൻ ലജ്ജിക്കുന്നു ദേവു, ലജ്ജിക്കുന്നു. നീ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ പെടിനെ വെക്കിട്ട് നോക്കുന്ന കൊല്ലി കൊല്ലി. എടാ, ഞാനൊന്ന് പറയട്ടടാ. എന്നാ നീ പറ. ഞാൻ ഒളിച്ചോടി വന്നു, പക്ഷെ മാലകേരപ്പരല്ല, മെഹറൂന്റെ പരം. മെഹറുവാ? ആ, തിരിഞ്ഞു നോക്കങ്ങോട്ട്. ചേച്ചി കുട്ടി, നീ എന്താടി മെഹറോടെ ഇരിക്കുന്നത്? നിന്നോടാ ചോദിക്കുന്നത്, കാര്യം പറ മെഹറു. കണ്ണാ, എനക്കൊന്നും അറിയില്ല, എല്ലാം അവളോട് തന്നെ ചോദിച്ചാ മതി. എന്താ നടന്നേന്ന് പറ നീ. അത് ഇന്നലെ ഞാൻ കരഞ്ഞു കുളിച്ചിരുന്നല്ല ഇരുന്ന്. അപ്പോ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, സ്വാഭാവികം. നീ കാര്യം പറയടാ. അന്നേരം എനിക്കൊരു കോള് വരുന്നു. ആരാ? ഇവള് 4 കുരിച്ചി തലയിൽ എത്തുന്നതിന് മുമ്പേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടെങ്കിൽ ആ വണ്ടിക്ക് തല വെക്കുന്നു പറഞ്ഞ ഭീഷണിപ്പെടുത്തിയടാ. എന്നിട്ടെന്ത്, ഓടിപ്പിടിച്ച് ഇവിടെ എത്തുമ്പോ കണ്ട് പെട്ടിയും കിടക്കയും കെട്ടിപ്പിടിച്ചിടിയിരിക്കുന്നു. അന്നേരം തൊട്ടുണ്ടടാ ഞാൻ തിരിച്ചു പോവാന്ന് പറയുന്നു. കേട്ടിച്ച ഭീഷണിപ്പെടുത്തുവാടാ. ഇവള മെഹറു, നിങ്ങളെ പോലും വിളിക്കാൻ വിട്ടിട്ടടാ. അല്ല,
നിങ്ങ എങ്ങനെ അറിഞ്ഞ നമ്മ ഇടേണ്ടത്? നീയല്ലോ എവിടെ പോയാലും ഞാൻ അറിയൂടാ. എടാ ഭയങ്കര. ഞാൻ പോന്ന്. എനക്ക് വേണ്ടി ഇവിടെ ആരും നിക്കണ്ട. എല്ലാവർക്കും പോവാം. ദേ ഇവനെയും കൂടി കൂട്ടിക്കോ. എനക്കാരും വേണ്ട. എടാ ദാ പോന്നു. എന്താ ഓള് പലതും പറയും കേട്ട് മുണ്ടാണ്ട് നിക്കുവാ. നമ്മൾ ആവശ്യമുള്ള തിരിച്ചു കൊണ്ടോണ്ടാണ്. ഓക്കെ മെഹറു നിക്ക് നീ. നീ ഇതാരെ കെട്ടിക്കാരാ നോക്കിയിരിക്കുന്നത്? ഇന്ന് വാ പണ്ടേ. മോളെ സ്റ്റോപ്പ്, നമുക്ക് പരിഹരിക്കാം. പരിഹരിച്ച് തന്നിടത്തോളം മതി. ചെയ്തു തന്ന ഉപകാരങ്ങളൊന്നും മറക്കൂല. സോൾവ് ആക്കാൻ കുറെ ആൾക്കാർ നടക്കുന്നു. കൊട്ടക്കണക്കിന് ഡയലോഗും കുറെ കെട്ടുകഥ. നിക്ക് മെഹറു, നീ ഇങ്ങനെ കാണിക്കല്ല. പിന്നെ ഞാൻ എന്നാണോ കാണിക്കട്ടെ? നിനക്കെല്ലാം വലുത് എന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും സന്തോഷ സങ്കടല്ലേ? എന്റെ മനസ്സ് ഒറ്റൊരുത്തരെങ്കിലും കാണുന്നുണ്ടാ? എന്തിനാണോ നീ എല്ലാം ഫ്രണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നത്? നീ എന്നല്ലടാ വലിയ ഡയലോഗ് അടിച്ചിന് എന്റെ മനസ്സ് കാണാൻ പറ്റുന്നു, ഇഷ്ടമില്ലാതെ നിക്കാഹിന് എന്നെ ഇട്ടുകൊടുക്കില്ല എന്നല്ല. എന്നിട്ട് എന്തടാ വാപ്പ നിന്റെ എല്ലാം മുന്നിൽ നിക്കാഹിന്റെ കാര്യം പറഞ്ഞപ്പോ നിന്റെ എല്ലാം വായത് മുത്ത് വീഴാഞ്ഞ്? നീയെല്ലാം എന്നെ വിട്ട് കളഞ്ഞില്ലടാ. സ്വന്തം ഏട്ടന്റെ സ്ഥാനത്തല്ലേ ഞാൻ നിങ്ങളെ കണ്ടേ? സ്വന്തം പെങ്ങള് എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ കൊണ്ടു നടന്ന്? എന്നിട്ട് എല്ലാരും മുന്നിൽ അടക്കി പിടിച്ചു നിന്ന് എന്റെ മനസ്സിനെ പുറത്തെടുത്തത് നിങ്ങളല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തേട്ടാ? നീയല്ലടാ പറഞ്ഞ് എന്റെ കണ്ണ് നിറയെ സമ്മതിക്കൂരാന്ന്. എന്നിട്ട് നിനക്ക് വേണ്ടിയല്ലടാ ഞാൻ ചങ്ക് പൊട്ടിക്കരഞ്ഞ്. നിന്നെ സ്നേഹിച്ചോണ്ടല്ലടാ ഞാൻ ഇനി ഈ അവസ്ഥയിൽ നിൽക്കുന്നു. നിനക്കെന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും സങ്കടം കാണാൻ പറ്റുന്നുണ്ടല്ലേ? അവരെ മനസ്സൊന്നും എനിക്ക് വിഷമിപ്പിക്കാൻ പറ്റൂല അല്ലെ? അപ്പൊ ഞാൻ ആരടാ? മൂന്നാക്കും ഉത്തരവില്ല അല്ലെ? പറയാൻ എന്ത് എളുപ്പമായിരുന്നു. പറ മെഹറു, പ്രതികരിക്കും മെഹറു, മനസ്സ് തുറക്കും മെഹറു. ഇന്നല്ല ഞാൻ ഇവന്റെ അടുത്ത് അത്രയും കെഞ്ചി പറഞ്ഞ് ഒന്ന് പറഞ്ഞുവിടേടാന്ന്. കൂടെ കൊണ്ടുപോയി പൊറപ്പിക്കാനോ ഇറക്കി കൊണ്ടുപോകാനോ ഒന്നുമല്ല. മനസ്സിലുള്ളത് കേൾക്കാനുള്ള കൊതിവുണ്ടാ. എന്നാ അടിയും ഞാൻ തോറ്റുപോയടാ കൂട്ടാ. എല്ലാവർക്കും പാപ്പാന്റെയും ഉമ്മാന്റെയും വിഷമവും കണ്ണറ്റ കരച്ചിലും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ വേറൊന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കാണാൻ പറ്റാത്തവരെ ഞാൻ എന്തിനു നോക്കണം? അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇറങ്ങി. ഇവിടെ വന്നിരുന്നപ്പോ എന്നെ ഈ അവസ്ഥയെ കണ്ടാലെങ്കിലും ഇവന്റെ മനസ്സ് മാറുന്നു എന്റെ പൊട്ട ബുദ്ധി തോന്നിപ്പോയി. പക്ഷെ വേണ്ടായിരുന്നു. ഞാൻ കൊണ്ടുപോണില്ല. നിങ്ങൾ കൊണ്ടുപോക്കെ ഇവനെ. എന്തായാലും മെഹറു ഇനി ഇവിടെ ഇല്ല. എങ്ങോട്ടാന്ന് ചോദിക്കണ്ട. അതിന് എനക്കൊരു ഉത്തരവില്ല. എന്തായാലും ചാവൂല. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറുന്ന എവിടെയെങ്കിലും ഞാനുണ്ടാവും. ഒരു പെണ്ണിന് ജീവിക്കാൻ ഒരാണിന്റെ തുണ വേണമെന്നില്ല. വാപ്പാ മിണ്ടരുത്, ഒരൊച്ചരേണം മിണ്ടിപ്പോരുത്. തൃപ്തി ആയടാ എനക്ക്. ഇവിടെ വായികൊണ്ട് തന്നെ ഞാൻ എല്ലാം കേട്ട്. ഇന്നലെ നിന്റെയൊക്കെ മുന്നിൽ വെച്ച് തന്നെയല്ലടാ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇവളുടെ കല്യാണക്കാര്യം ഞാൻ പറഞ്ഞ്. അന്നെങ്കിലും ഒരു അക്ഷരം പറയായിരുന്നില്ലേടാ. ഞാൻ എന്ത് തെറ്റാടാ നിന്നോടൊക്കെ ചെയ്തേ? തെറ്റ് ചെയ്തത് ഞാനാ. നിങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ചെയ്ത തെറ്റ് കുറെ കാലം ഒരുത്തരും മനസ്സിലിട്ടുണ്ടായിരുന്നു. ഒരാണെങ്കിൽ എന്നെക്കാ വലുത് എന്റെ വാപ്പയും ഉമ്മയും. ഇന്നോ നാളെയോ നിങ്ങൾ എന്റെ മനസ്സ് മനസ്സിലാക്കുമെന്ന് വിചാരിച്ചതാണ് ഞാൻ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. അതുകൊണ്ട് ആരും തമ്മിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നേ. ഇന്നെങ്കിലും ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി തെറ്റിച്ച പെൺകുട്ടികളുടെ കൂട്ടത്തില് ഈ മെഹറും വിടും. അങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കാനൊന്നും മെഹറൂന് പറ്റൂല. അപ്പോ നീ എന്താ ചെയ്യാൻ പോന്ന്? നാട് വിട്ടു പോവാനാണോ ഉദ്ദേശിക്കുന്നത്? നിനക്കൊരു നല്ല ജീവിതം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ചെക്കനെ കിട്ടി നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. സ്വന്തം തീരുമാനം എടുക്കാനാണെങ്കിൽ എനിക്ക് ഇപ്പാ പോവാ മെഹറു.
വാപ്പാ, ഞാൻ എന്റെ പെണ്ണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായത് എനക്കോളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ എനക്കോളെ വേണ്ടാഞ്ഞിട്ടോ അല്ല. ഓളെ സങ്കടത്തിനേക്കാളും നിങ്ങളാരും വിഷമിച്ചൂടാന്ന് കരുതിയിട്ടാണ്. ഇന്ന് കുറച്ച് വിഷമിച്ചാലും നാളെ ഒരു നല്ല ജീവിതം കിട്ടുമ്പോ ഓൾ എന്നെ മറക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇല്ല വാപ്പാ, ഇനി ഇവളെ മനസ്സ് കണ്ടില്ലെന്ന് വെച്ചാല് ഞാൻ ഇവളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന് എന്തർത്ഥമുള്ള? തരുവാ വാപ്പാ എനിക്കിവളാ. സ്നേഹിച്ചോളാം ഞാൻ, പൊന്നുപോലെ നോക്കിക്കോളാം, മരണം വരെ ചേർത്ത് പിടിച്ചോളാം ഞാൻ. വാ പോകാം. ആ മനുഷ്യന്റെ ഇപ്പോഴത്തെ നിശബ്ദത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സമയം കൊടുക്കാം. നമ്മുടെ വാപ്പയല്ലടാ, അംഗീകരിക്കും. മെഹ്റു, അപ്പൊ എങ്ങനാ പോവല്ലേ? എനിയുടെ നിന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാത്തതിന് പോലീസ് നോക്കും. പെട്ടിയെടുക്കടാ. എന്തായടാ സെറ്റായിട്ടേല് പറയണം. 30 ദിവസം ഒളിപ്പിച്ച് വെക്കണ്ടേ? വേറെ നാട് നോക്കണം. ഓ പിന്നെ നമ്മ നാട്ടില് നമ്മ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത നിയമമൊന്നുമില്ല. വേണ്ട 10 മണിക്കുഞ്ഞ് അവിടെ എത്തണം. ടാപ്പാട്ടൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പോയി ആ നാറിനോട് കൂടി പറയട്ടെ. കുടുംബി, so what is the moral of the story? ലൈവ് ആയിട്ട് കണ്ടിട്ടൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇല്ല, യു ആർ നോട്ട് എ ഗുഡ് ലിസണർ, പുവർ ഗേൾ. പറഞ്ഞതാ കുടുംബി. ഒന്നുമില്ല, അവരെ കെട്ടിക്കാൻ പോകുന്നു. You mean കല്യാണം? ആ അതന്നെ മനസ്സിലായില്ലേ? ഭാഗ്യം. നാളെ ഇപ്പൊ തന്നെ 9:30. എടാ കല്യാണ ചക്ക, ചിങ്ങിടി 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 കൊള്ളടിച്ചല്ല. എന്ത് പറ്റി? അടുത്ത ട്രെയിൻ പോകാൻ വല്ല പ്ലാൻ ഉണ്ടാ? സോറി കേട്ടാ, കേരളക്ക് ട്രെയിൻ ഇല്ല. കന്നറ്റിന്റെ കല്യാണാണോ കുറ്റൻസ്? അതേലോ. എടാ താലി വാങ്ങണ്ടേ? വേണ്ട 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 വേണ്ട, അത്രക്ക് ഡെക്കറേഷൻ ആവശ്യമൊന്നുമില്ല. വേണേ ആ ചോന്ന റിബൺ എടുത്തിട്ട് അങ്ങോട്ടും കൊണ്ട് കെട്ടിക്കൊടുത്തോട്ട്. സഖാക്കളെ കല്യാണം അങ്ങനെയാണ്. കുറ്റൻസ്, ഞാൻ വായിച്ച സ്റ്റോറീസിലൊന്നും കല്യാണം ഇങ്ങനെയല്ല. ബിഗ് ഓഡിറ്റോറിയത്തില് ബ്രൈഡും ഗ്രൂമും ഒരുപാട് റിലേറ്റീവ്സും കേരള ട്രഡീഷണൽ ഡ്രസ്സിൽ സാരിയും മുല്ലപ്പൂ മുണ്ടും ഷർട്ടും ഇൻസ്ട്രുമെന്റ്സും ബൊക്കറ്റും മാലയും ഒക്കെ ഉണ്ടാവും. കുറ്റൻസ്, അതൊക്കെ ഉണ്ടാവോ? ആ ഉണ്ടാവും. നമ്മുടെ കല്യാണത്തിൽ ഇവന്റെ അതൊന്നും വേണ്ട. സദ്യ ഉണ്ടാവോ? പിന്നെ ശർക്കര ഉപ്പരി മുതൽ 4 കൂട്ടം പായസം 15 കറിയിലും ഉണ്ടാവും. പോരെ? ഓ ആണോ കുറ്റൻസ്? എന്നാ എനിക്ക് വലിയ ഗൗണ് വേണം. ഗൗണെല്ലാം ബൈ ഓരോ പണിയാന്ന് പെണ്ണേ. സാരിയാവുമ്പോ പിടിച്ചു ഊരിയാ പോരെ. ഓ ആണോ? അല്ല, ആരുടെ കല്യാണ കുറ്റൻസ്? അത് എന്റെയും അപ്പത്തെ വീട്ടിലെ ശാന്തേശിന്റെയും. അത് ഓൾഡി ലേഡി അല്ലേ? അത് സാരല്ല, അതിലിപ്പം ട്രെൻഡാണ്. മാമി സമ്മതിക്കൂ? ഒന്നുമില്ലേ, മതാല സഭ ഇനി മിണ്ടിയ മുഹൂർത്തം തെറ്റും. ഈ ഉണ്ണി ഇതെന്തിനാ അപ്പൊ എല്ലാവരോടും കൂടി രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിനി? ചെക്കനെ ആണെങ്കിൽ രാവിലെ എണീക്കുമ്പോഴേ കാണുന്നില്ല. എനക്കെന്തോ പേടിയാന്ന് നാത്തൂനെ. നീ വേവലാതിപ്പെടാണ്ട് നിക്ക് നാത്തൂനെ. ഓറെ പറിച്ചൊരു കെട്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഉണ്ണിയും കുട്ടനെയും രാവിലെ തിരക്കിട്ട് ഓടുന്ന ഞാൻ കണ്ടിനി. ഞാനും വരുന്നെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞി പെണ്ണ് ഓടിപ്പോയി അവരെ വയ്യ. ആ പറഞ്ഞു തീർന്നിട്ടില്ല, അതേ വന്ന് കാറ്. വന്നല്ല കുറിപ്പുകള്. എടാ പോയിനടാ ഇത്ര രാവിലെ തന്നെ എല്ലാം കൂടി. മെഹറും ഉണ്ടല്ല. എല്ലാ സൂര്യോദയം കാണാൻ പോയതല്ലേ പൈതൽ മലയില്. എന്നാ ഈ അച്ഛനോടൊരു വാക്ക്. ഏയ് നമ്മ കുറിച്ചിട്ടല്ലേ കാണാൻ പോയത്. അതെന്നാടാ സാധനം? അറിയില്ല. ഖാഡി നമ്പർ 1 2 6 8
पांच, चेन्नई तक मैंगलोर से जाने वाली कुर्ची तलेवर डॉक्टर MV रामचंद्रन सेंट्रल रेलवे स्टेशन. സത്യം പറയടാ, നീ ഡോക്ടർ തന്നെയാന്നാ? കുട്ടൻസ്, അയാൾ നമ്മളെ പറ്റിച്ചു. ഈ ജാസ്മിന് സ്മെല്ലില്ല. ഇവരെ കെട്ടിക്കാൻ എനിക്ക് ചെലവുണ്ടായിട്ടില്ല. നിനക്ക് മുല്ലപ്പൂ വാങ്ങാനാന്ന് എന്റെ പൈസ പോയി. ഇവളെന്നാടാ മുല്ലപ്പൂലം ചൂടിയിട്ട്? എനക്കും വേണം. ആ വെള്ള മുടിക്ക് മുല്ലപ്പൂ വെച്ചാ കാണൂല കളവി. അമ്മേ, ഓ, എന്താ മോനെ? അതില്ലേ, ഞാനൊരു കാര്യം പറയട്ടാ, തല്ലിക്കൂടാ? അതിലൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല. തല്ലാൻ തോന്നിയാ ഞാൻ തല്ലും. അതുകൊണ്ട് തല്ല് കിട്ടുന്ന കാര്യം എന്റെ മോൻ എന്നോട് പറയണ്ട. ഞാൻ കൊണ്ടേ പോ. അമ്മ, ഒരു പ്രത്യേക സാഹചര്യത്തില് ഞാൻ കഴിച്ചു. കിട്ടി 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 കിട്ടി, ചോദിച്ചു പഠിച്ചു. പാവം കണ്ണേട്ട്, ഇന്ന് കൊറേ കിട്ടി. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കണ്ണ, രാവിലെ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ട് വരാൻ വേണ്ടി പാടില്ലാന്ന്? നീ പറഞ്ഞാലും കേൾക്കൂല. അതല്ല എന്റെ പൊന്നു തള്ളേ. നീ മാറി പോയ കഴിക്ക്. മനുഷ്യ തല്ലി കൊല്ലുകയാ. നമ്മളപ്പോ പെഴച്ചുപോയി. ഇല്ലമ്മ, ഞാൻ അത്തരക്കാരൻ നഹി. നീ ഒന്നും പറയണ്ട. അമ്മ, ഞാൻ കഴിച്ചത് അതൊന്നും അല്ല. പിന്നെ ഒരു കല്യാണം. ഓ, അതാണാ? എന്തത്? കല്യാണം കഴിഞ്ഞമ്മ. ആരെ? എന്റെ ആരപ്പുരം? നെഹ്റു. മുത്തപ്പ, 22 വർഷം. ഞാൻ കേട്ടത് ഞാൻ ഒളിയ നീയും കേട്ടത്. എടാ, നിന്റെ മോന്റെ കല്യാണം കഴിഞ്ഞടാ. ആണോ? ഹാപ്പി മാരീഡ് ലൈഫ് മക്കളെ, നന്നായി വരും. അതന്നെ, ഹാപ്പി മാരി ലൈഫ് മക്കളെ. ഒരു വാക്ക് ഈ അമ്മയോട്. ഒന്നുമില്ലേലും 10 മാസം ചുമന്ന് പെറ്റതല്ലേടാ ഞാൻ. അല്ലെങ്കിൽ പുത്തേടത്ത് രാവിലെ എണിച്ചു പോകുമ്പോ നീ കമ്മേ കമ്മേ വിളിച്ച് കാറില്ല. കല്യാണം കഴിക്കാൻ പോകുമ്പോ ഒരു വാക്ക് എന്നാ ഒരു സാരിയും കൊടുത്ത് ഞാൻ നിക്കട്ടില്ലടാ. ഒരു വാക്ക് ഈ മാമീനോട് ഒന്നൂലെ മൂന്നായി ഉരുട്ടി തരുന്നത് ഞാനല്ലേടാ. ഞാൻ വേണ്ട വേണ്ട പറഞ്ഞതാ അമ്മ. ഇവര് കേട്ടിച്ചാ? ആരി? ഉണ്ണിയേട്ടനും കുട്ടനും ദേവു. പോട്ടി കൊണേട്ടൻ, ഇതിനുള്ള പണി ഞാൻ തരാട്ടാ. എട്ടും പൊട്ടും തിരിയാതെ ഈ പെണ്ണിനെ വരെ പാര വെച്ചടാ. ഇതിന് വേണ്ടിട്ടാണ് ആരായപ്പെട്ടന്റെ കാലും കൈയും പിടിച്ചിട്ട് വേറെ ഏതോ ചക്കനെയും പെണ്ണിനെയും കെട്ടേണ്ട സ്ഥാനത്ത് ഈറ്റിങ്ങളെ പിടിച്ച് കെട്ടിച്ചിനി. കൊടുക്കാടാ കൊടുക്കാം, ഓനൊന്ന് കേരട്ട്. സുഷു, ഒരു വിളക്കെടുത്തിട്ട് പെണ്ണിനുള്ളിൽ കേട്ടേ. ഈറ്റിങ് ഇത് എവിടെ പോയി? ഇത് കൊറേ നേരായല്ല. വിളക്കുണ്ടാക്കാൻ പോയാന്നാ? ഞാൻ ചെറുതായിട്ടൊന്ന് അടക്കേറിയിരുന്നോട്ടെ. പറ്റൂല, പെണ്ണും ചക്കനും കേറുമ്പേ കേറിക്കൂടും. പാരട്ട തള. ഇവനെ ഇത് നിരത്തമ്പ് കെട്ടിക്കാൻ തോന്നിയത്. ഓ, വന്ന് മനുഷ്യ. എന്ത് നാടാ ഇത്? ഷീമാട്ടിന്റെ പരസ്യ. നീ വരുന്നുണ്ടാ? ഞാൻ പോകുന്നു. എന്തായാലും നിക്കറിട്ട് മുല്ലപ്പൂ ചൂടിയ ദേവുവാണ് എന്റെ ഹീറോ. എന്റെ പൊന്നുണ്ണി, എനക്കതൊന്നും കാണിച്ചരല്ലേ. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി എനിക്കില്ല. എന്താടാ, ഈ കുടുംബത്തിന് വലിയ ശാപം ഉണ്ടാ? എല്ലാത്തിനും ഭ്രാന്താന്നല്ലടാ. ആരെടുത്താടാ ഈ ഫോണില്? കുട്ടാ, എടുക്കടാ പെണ്ണിന്റെ ഫോണിൽ ഫോട്ടോ എടുക്ക്. അന്നാ നല്ല ലുക്ക് വേണം. ഇല്ലെന്നെ ഞാൻ പെച്ചുകുല കുട്ടാ. നീ ഇവിടെ തന്നെ എടുക്കണേ. എനിക്ക് കുടുംബശ്രീയുടെ ഗ്രൂപ്പിലെല്ലാം ഇടേണ്ടിയാണ്. വിത്ത് ബൈ മരുമകൾ.
മനുഷ്യ രണ്ട് കോഴിനെ കൊന്നിട്ട് വാ. ഓ ഇവൾ സമ്മതിക്കൂല. ഞാനൊന്ന് കട വരെ പോയിട്ട് വരുന്നറിയാ. ഓ ശരിയടാ. ഓയ് മാമ, കോഴിക്കലിപ്പ് എത്ര വില? നിന്റെ കവലീണതാ. അഹങ്കാരം നോക്കറോ, നോക്കിക്കോളാം മാമ. ഇന്ന് നിങ്ങൾ കച്ചവടം കിട്ടാണ്ട് മുടിഞ്ഞു പോകും. കൊഞ്ഞു ആയിക്കോട്ടെ, ഞാൻ മുടിഞ്ഞോളാം. ഓ ഓ അച്ഛാ, അച്ഛാ, പറഞ്ഞോ. അച്ഛാ. ആ അച്ഛൻ തന്നെ പൊന്നുമോൻ പറ. ഏയ് അങ്ങനൊന്നുമില്ല, വെറുതെ. അങ്ങനെ പറയില്ലേ, നിന്നെ കൊണ്ട് പറ്റും, പറ അങ്ങോട്ട്. ഓ തമാശ. മോനെ കുട്ടാ. എന്താച്ചാ? എന്തേലും പറഞ്ഞിട്ടേ പറയടാ, ഇല്ലെങ്കിൽ അടിച്ചു പോ, എനിക്കൊരു പണിയുണ്ട്. എന്നാ എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതില്ലേ നിന്നോട് പറഞ്ഞു നീ പറയാൻ. അതുണ്ടല്ല മോനെ അച്ഛാ. മോനാ ഞാനാ? നമ്മൾ തമ്മിൽ അങ്ങനെയല്ലോ ഉണ്ടോ? നമ്മളെ അളിയനും അളിയനല്ലേ അച്ഛാ? എന്നാ പിന്നെ അളിയൻ പറ. അതുണ്ടല്ല അളിയ, കുറച്ച് ദിവസമായിട്ട് എനക്കാകെ ഒരു എന്തടാ വയറ്റൊന്നും തോന്നില്ലേ? ബാലസുദ്ധ കാണിച്ചേരണ. പോടാ അച്ഛാ. ഡാടാ. പിന്നെ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ. ഓ സീരിയസ് ആണാ? എന്നാ ഞാനും സീരിയസ് ആയി പറ. അതുണ്ടല്ല മാധവേട്ടാ. എന്നാ നീ എന്നെ അമ്മയൊന്നും കൂടി വിളിക്കടാ. ദേ എന്റെ അമ്മേന്റെ ഭർത്താവാന്ന് ഞാൻ നോക്കൂലേ? ഞാൻ പറയുന്ന കേക്കച്ചാ. എന്റെ ഭാര്യന്റെ മോൻ പറ. എന്നാ ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. അത് നല്ലതാ, കിടക്ക് കിടക്ക്. എന്റെ മനസ്സിൽ ഒരാളുണ്ട്. ജലജയാടാ? അയ്യേ, ആ തൈക്കള് വീനലായിരിക്കുവാണോ? നീയല്ലേ പറഞ്ഞേ പിന്നെ ഓളോ കെട്ടണെന്ന്? ട്രെൻഡാന്നോലും. ഇഷ്, ഞാൻ പോന്ന്, അനക്കൊന്നും പറയാനില്ല. അച്ഛന്റെ കുഞ്ഞിക്കുട്ടനല്ലേടാ, പറ. ഇനി ഞാൻ വായി തുറക്കൂല. പോ, മൂട് പോയി. അക്കൗണ്ട് കുറച്ച് പൈസ ഇട്ടെന്നാ മൂട് വരുവോ? അത് വരും. എത്ര തരൂ? വേണേ ഒരു 50 ഇട്ടര. ഈ കാര്യം പറഞ്ഞിട്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അച്ഛാ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് എന്താന്നറിയില്ല, വെറുതെ ചിരി വരുന്നു. അത്ര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിക്കാൻ നോക്കിയാലും ആ സമയമാകുമ്പോ ഞാൻ ചിരിച്ചു പോന്നു. അൺകൺട്രോളബിൾ ആണ്. പഴയ പോലെ മാസാവാൻ പറ്റുന്നില്ല. എന്റെ ഫാൻ ബേസ് എല്ലാം കുറയുന്നുണ്ടോ എന്നൊരു സംശയം. ആശുപത്രി പോണടാ മോനെ? അച്ഛന്റെ ഭാര്യന്റെ മൂത്ത മോനായ ഡോക്ടറില്ലേ, അയാളടുത്ത് ഞാൻ ചികിത്സക്ക് പോയി. ബഹുത്തച്ഛ. എന്നിട്ട് എന്റെ ഭാര്യയുടെ മുത്തമ്മോൻ എന്ത് പറഞ്ഞു? ഓൻ പറയുന്നത് അച്ഛനക്ക് പ്രേമാണ്. ഓ ആണോ? വളരെ നല്ല കാര്യം. പെണ്ണ് നോക്കി നടക്കണ്ടല്ലോ, ഭാഗ്യം. അല്ല എന്നിട്ട് പ്രേമിക്കാൻ വേണ്ടിനെ കിട്ടിയ? പെണ്ണില്ലാണ്ട് എങ്ങനെയാളിയാ പ്രേമിക്കുക? പെണ്ണും കിട്ടിയ? അത്ഭുതം. ആരാന്നാ ദൗർഭാഗ്യവതി? അച്ഛനെ അടുത്തറിയുന്ന പെണ്ണാന്ന്. എന്തോ കേട്ടിട്ട. ദേവു. കേക്കുന്നില്ല. ദേവയാമി. കുറച്ച് ഒച്ചത്ത് പറ, അങ്ങോട്ട് സ്പഷ്ടായില്ല. നിങ്ങൾ അമ്മേന്റെ മോള്, എന്റെ മുറപ്പെണ്ണ് ദേവയാമി ഗോൺസാൽവിസ്. കേട്ടോളോ കളവനളിയ? ഓ ആണോ? അറിഞ്ഞില്ല, ആരും പറഞ്ഞൂല്ല. അച്ഛാ. അപ്പൊ എങ്ങനാ? അന്ന് ലോറി ഓട്ടോയും ക്രാഷ് ആയപ്പോ തുടങ്ങിയതാണോ അതോ കുമാരന്റെ മോന്റെ തലക്കടി ഇട്ടിയപ്പോ തുടങ്ങിയതാ? നിങ്ങൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? മോനെ കുട്ടാ, അച്ഛനുടെ പത്രം തിന്ന് ഇരിക്കുന്നും പറഞ്ഞ് നീ എന്നെ അധികം പുച്ചിക്കൊന്നും വേണ്ട. പുത്തയുടെ തുരയില അനങ്ങിയാല് അത് ഈ മാധവൻ അറിയും. തലൈവരെ നീങ്ങളോ? അപ്പോ അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലേ? എന്തായാലും ഞാൻ നോക്കിയിട്ട് ഈ പഞ്ചായത്തൊന്നും എനിക്ക് പെണ്ണു കിട്ടൂല. അതുകൊണ്ട് ഇതെന്റെ മോനി ബമ്പറാന്ന്. അച്ഛന് സന്തോഷായടാ. എന്നാ ഞാനൊരു ഉമ്മ തരട്ടെ? പോയിട്ട് എന്നെ ദൊറോത്തി കൊണ്ടു കൊടുക്കും. കൊടുക്കട്ടെ എന്നാ? കുരുത്തങ്ങട്ടതെ, എന്റെ കയ്യിലെ ചൂടുനേറി. അയ്യോ, അങ്ങനൊന്നും ചെയ്യല്ലേ മാധവേട്ടാ. പിന്നെ രാജമോളം അറിയണ്ടാട്ടാ. സമയവും സന്ദർഭവും വരുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ഓ ഇല്ലില്ല, അത് നീ തന്നെ എന്താ വെച്ചാ ചോദിച്ചായിരുന്നു മോനിച്ചു കൂട്ടിക്കോ. എന്നാ അച്ഛന് ഞാൻ ഇരട്ടി മുതലും തരട്ടാ. അതേതാടാ സുരേഷ്? നിന്റെ അമ്മയുടെ മൂത്തമ്മൻ മാറിക്കിട അങ്ങോട്ട്. ആഹാ, ഇനി എന്റെ ഭാര്യയുടെ മൂത്തമ്മ പറ. അതെ അച്ഛാ, എനക്കും ഏതാണ്ട് ഇതേ അസുഖം, പക്ഷെ കുറെ കാലായി തുടങ്ങിയിട്ട്. ഓഹോ, ബഹുത്ത് 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 അച്ഛ. ആരാന്നറിഞ്ഞ അളിയനച്ഛൻ ഞെട്ടും. ചാരു അല്ലേ അളിയൻ മോനെ? എടാ നായി, നീ പത്രത്തിലും കൊടുത്താടാ ഇത്? മാധവട്ടിന്റെ അങ്ങനെ അറിഞ്ഞ്. ഓം നമ ശിവായ. ആ കാട്ടുമാക്കാത്തിയാന്നാ? എനക്ക് പണ്ടേ അറിയുള്ളൂ നാട്ടു പാട്ടാക്കുന്നു. മിക്കവാറും രാധൂര ചെവിയിൽ ഒത്തിയിട്ടുണ്ടാവും. എന്റെ ജീവിതം പോയേ.
മോനെ ഉണ്ണി വാടാ വേഗോ. എടാ കുട്ടാ എവിടെയാടാ നീ? വിളി വന്ന് വാടാ കൂട്ടാ, നമുക്ക് നാട് തണ്ടാനുണ്ട്. രാവിലെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. വരട്ടെ മാധവട്ട. ഉണ്ണിയേ ഓംലേറ്റ് തിന്നാൻ മറക്കല്ലടാ. അയ്യേ നാണുമില്ലാത്തതെന്താ? നിന്റെ മാനം പോയടാ ഏട്ടൻ തണ്ടി. അടുത്ത് നിന്റെയും പോവാടാ അനിയൻ തണ്ടി. എന്താ മാമി? അതിന് നിന്നേരെ വിളിച്ച്? നിന്റെ പേര് കുട്ടനാന്നാ അല്ല ഉണ്ണീന്നാ? അല്ല, ദേവു. എന്ത് കച്ചറ പിള്ളേരാണ്. ഏത് സമയം നോക്കിക്കഴിഞ്ഞാലും അടി ഉണ്ടാക്കിക്കോളും. അനക്ക് സമയമില്ലേ അടിയൊന്ന് തീർക്കാൻ വേണ്ടി? കുട്ടാ നീ പോയി ചാവലിനെ കൂട്ടിട്ടോ. പെണ്ണില്ലാണ്ട് നമുക്കെന്താ ആഘോഷം? ഉണ്ണി എന്നാ ഈ ലിസ്റ്റിലുള്ളതെല്ലാം വാങ്ങിട്ടോ. പൈസ നാണോടാ നീക്ക്? പിന്നെ നീ എന്തിനാടാ പണിക്ക് പോന്ന്? അയക്കോണിലുള്ളത് വാരിയും കയറി. എന്നാ പിടി, നീ സാധനം മേടിക്കാൻ പോന്നു, ഞാൻ ചരുവിനെ കൂട്ടാൻ പോന്നു. ആഹാ അത് എവിടുത്തെ പരിപാടി? ഞാൻ ഇപ്പൊ രാത്രി വിളിക്കൂടാ. നീ വെളിയും കൂട്ടിക്കോടാ. എന്നാ കാട്. അതൊരു നല്ലൊരു ഇതാണ്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടാളെ, ഡ്രസ് ചേഞ്ച് ചെയ്യണം. വാ നമുക്ക് വീട്ടിൽ പോവാം കുറ്റൻസ്. ഓ പിന്നെ പെണ്ണ് കാണാനല്ലേ നിന്നെ കൊണ്ടുപോകുന്നു. ഈ നിക്കർ ഓട്ടിട്ടല്ലേടി നീ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് രജിസ്റ്റർ ഓഫീസ് വരെ തണ്ടീനി എന്നിട്ടാണ്. അത് രാവിലെ പെട്ടെന്ന് എല്ലാരും കൂടി ഓടിയപ്പോ എനിക്ക് ചേഞ്ച് ചെയ്യാൻ മറന്നുപോയി. ബട്ട് ഇപ്പൊ ഇങ്ങനെ പോയാ ചില ആന്റീസും ബോയ്സും ഒക്കെ ഇങ്ങനെ നോക്കും കുറ്റൻസ്. അതിന് നീ അല്ലേ ഇടുന്നു? ഓറൊന്നുമല്ലല്ല. ആ നോക്കുമ്പോ ഓറ കണ്ണു കുട്ടി പൊട്ടിക്ക. നീ വാ. മെഹറു, ഐ ആം സോറി. എന്തിന്? നിന്നെ വിഷമിപ്പിച്ചതിന്, ഒരിക്കലും കരയിക്കൂലെന്ന് പറഞ്ഞിട്ടും കരയിച്ചതിന്. ഇന്നിതിപ്പോ ഞാൻ ചെയ്തില്ലേ, അടുത്ത ആഴ്ച ഞാൻ വേറെ ഒരുത്തിന്റെ ഭാര്യ ആവൂലേടാ. എന്നെ കൊണ്ട് പറ്റൂല കണ്ണ. നിന്നെ മറക്കാനും പറ്റൂല, അതുപോലെ അയാളെ സ്നേഹിക്കാനും. ഐ ലവ് യു. സുഖാനുഭവമതിലേഴു വർണ്ണമോ അനുരാഗം അനുരാഗം അതിനാഴം തേടുന്നു ഞാൻ. അനുരാഗം അനുരാഗം അതിനാഴം തേടുന്നു ഞാൻ. 1 2 3 4 5 എല്ലാവരും. അയ്യോ പാലട മറന്നു. പാലടയിലാണ്ട് വീട്ടിൽ കയറിയ രാത്രി തല്ലിക്കൊന്നേനെ. വാ മോളെ തുറത്തി, നമുക്ക് ഒരു പാലട എടുത്തിട്ട് വരാം. കുറ്റൻസ് രണ്ട് നൂഡിൽസ് കൂടി. ഓ ഇന്ന് നിനക്ക് എന്ത് വേണം കൊടുക്കാം. ഇതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല, എല്ലാം ഉണ്ണീരെ പൈസയാണ്. പാലട ഇത് ഞാൻ എന്തോ കാണുക പോലെ ഉണ്ട്. അതെന്താ കുറ്റൻസ്? ചിപ്സ് ആണോ? എല്ലടി കൊട്ടത്തി. പായസം പായസം. അല്ല നിന്റെ ഞാനും എടുത്താ? യെസ്, 2 ഫാമിലി പാക്ക് എടുത്തു. ഈ പാലടക്ക് എന്തോ ഒരു പ്രശ്നമില്ലേ? പാക്കറ്റ് രസമില്ല, ചുവന്ന് പാക്കറ്റ് എടുക്കാം, അതാ നല്ലത്. കുറ്റൻസ് കുറ്റൻസ് എന്താ നോക്കുന്നേ? കേട്ടാ റബ്ബർ. പണ്ട് അച്ഛൻ എത്ര വാങ്ങിത്തതാന്നറിയാ. നോക്കറ, എനക്ക് സ്ട്രോബെറിയിലെ മണ ഇഷ്ടം. കുറ്റൻസ് നിനക്ക് വേണം? ഞാൻ വാങ്ങിത്തരാടി. സ്ട്രോബെറിന് എന്നെ വാങ്ങണേ, ചോക്ലേറ്റിന്റെ മണം പോരാന്ന്. എനിക്കൊന്നും വേണ്ട, അത് ഉപയോഗിക്കാൻ പ്രായം എനിക്കായിട്ടില്ല. ഓ പപ്പ, ഉലു പ്ലസ് കുറ്റൻസ് വന്നേ, വാ പോവാം. പണ്ട് സ്കൂളിൽ നീ എന്തുകൊണ്ടാ വായിച്ചിനി? കൈ കൊണ്ടാന്നാ? സ്കൂൾ വാട്ട് കുറ്റൻസ്? കണ്ണു തുറന്നു നോക്കു ഓട്ടത്തി. ഓ ഇതാണോ?
ഇത് എനിക്ക് സ്ട്രോബെറിയാണ് ഇഷ്ടം. ബട്ട് ഇപ്പൊ വേണ്ട, അതിന്റെ പ്രായം എനിക്ക് കഴിഞ്ഞു കുട്ടൻസ്. എന്നാ ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയ റബ്ബർ വാങ്ങി തരട്ടെ? കുട്ടൻസ് ഓ, അല്ലെങ്കിൽ പഠിക്കുന്ന മണ്ണല്ലേ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിക്കുമ്പോ സമ്മതിക്കൂല. വേണ്ട, ഇതാ പറയും ഇക്കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റൂലെന്ന്. ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്താകും. ഞാൻ പോണു. അപ്പൊ ഞാൻ വിചാരിച്ച പോലെ കുഞ്ഞി പെണ്ണൊന്നും അല്ല, എല്ലാം അറിയാല്ലേ കൊച്ചു കള്ളി. ഇനി നീ കണക്കെഴുതാൻ റെഡി ആയിക്കോ മോളെ തുറത്തി. നിന്നെ കൊണ്ട് ഞാൻ രക്ഷ എണ്ണാൻ വരപ്പിക്കും. ഓ നോ, മലയാളാണല്ലോ. ഇയാളിതിന്റെ തേങ്ങ പറയുന്നേ. കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. പപ്പ പറഞ്ഞപ്പോ മലയാളം പഠിച്ചാ മതിയായിരുന്നു. ഡോറോത്തിയെ, ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അതിന് എങ്ങനെയുണ്ട്? റെഡിയല്ലേ? എന്തായാലും നീ കുറെ കരഞ്ഞല്ലേ, ഇത് നിനക്കൊരവസരാണ്. പിന്നെ പേടിക്കാൻ പാടില്ല. അഥവാ പേടി വന്നാൽ തന്നെ പുറത്ത് കാണിക്കരുത്. വേണേ അറഞ്ചും പുറഞ്ഞും തെറി വിളിച്ചോ, രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തു. ഒരു മനുഷ്യക്കുട്ടി നിന്റെ അടുക്ക ചോദിക്കാൻ പറ്റില്ല. അഥവാ ഇനി ഏതെങ്കിലും ഒരുത്തൻ ചോദിക്കാൻ വന്നാ അത് നീ കുട്ടേട്ടനിട്ടേക്ക്. ഓക്കെ, സെറ്റ് പിന്നല്ല. ഹായ് രാഹുൽ. ഹായ് ജഗത്തേട്ട. എങ്ങനെയുണ്ട് രാഹുൽ? കണ്ടിട്ട് ജസ്റ്റ് നോക്കി ചവിട്ടി എന്ന് പറയുന്ന കേട്ടു. വേദനയൊന്നുമില്ലല്ലോ അല്ലേ? ഇന്ത്യയിൽ പറയണം, ലക്സിന്റെ കുഴം വെച്ച് കുച്ചൻസ് നന്നായി തടവി തരും. തടി തരാ. നിന്റെ കൂട്ടേട്ടൻ ഇപ്പൊ എണീറ്റില്ലല്ലോ. വേണേ ആദ്യം മോള് പോയി അവനെ തടി എണീപ്പിക്കേ. എന്നാന്നറിയില്ലടാ, പണ്ടേ അമ്മ പറയും ഞാൻ എവിടെയും കിടത്തിയാ അടങ്ങി കിടക്കൂലെന്ന്. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നല്ലേ. അതുകൊണ്ട് തന്നെ വേട്ടന്മാർ കിടത്തിപ്പോ അനക്ക് കിടക്കാൻ മനസ്സ് വന്നില്ല. അല്ലതേ കുട്ടിയെ. യാ 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 യാ. ഓ, അപ്പോ അങ്ങനെ നീച്ചു മാറിക്കാനാണ് ഇവളെയും കൂടി വഴിതടയൽ പ്രഹസനം. യെസ്, കറക്റ്റ്. കുച്ചൻസ്, ജഗത്തേട്ടന് ബുദ്ധിയുണ്ട്, പക്ഷെ രാഹുലിന് ബുദ്ധിയില്ല. എടി കഴിവേറി മോളെ. Don't touch her. I don't like it. That's my property, huh? പണ്ടേ എനിക്ക് എന്ത് സാധനം വേറൊരാൾ തൊടുന്നത് ഇഷ്ടമല്ല. ഞാൻ എന്റെ കണ്ണനെ പോലെ സമ്മതിക്കില്ല. പേമയാണ് നീ. എന്റെ മുന്നിൽ എന്റെ അനിയനെ തൊട്ടാൽ ഞാൻ നോക്കി നിൽക്കുന്നു തോന്നുന്നുണ്ടടാ. നിന്റെ മുന്നിൽ മാത്രമേ ഞാൻ നിന്റെ അനിയനെ തൊടുള്ളൂ. അല്ലാണ്ട് നിന്നെ ഒന്നും പോലെ പിന്നീന്ന് കുത്താൻ ഈ അർജുന് സൗകര്യമില്ല. ആഹാ, അപ്പോ സർക്കാരെല്ലാം അറിഞ്ഞു? അറിഞ്ഞടാ, എല്ലാം അറിഞ്ഞു. നീ വെച്ച കെണിയും ആർക്കാ വെച്ചതെന്നു എല്ലാം എനിക്കറിയാം. ലക്ഷ്യം അവനാണേ, അവനെ വീഴ്ത്തിയിരിക്കും. അനിയാ നില്ല്. നല്ലൊരു ദിവസമായിട്ട് ഇമാതിരി പരിപാടി എടുക്കണ്ടല്ലോ. എട്ടനെ നടിയിട്ടുവേ. അയ്യോ, ഈ ചീങ്കണ്ണിനാ നന്ദി തല്ലാൻ പോയിനി. നല്ലൊരു ദിവസം കൊണ്ട് കളയലെന്റെ കുട്ട. ഭ്രാന്തിന്റെ ഡോക്ടറെ, താൻ പോയി തന്റെ അനിയന്മാരെ ചികിത്സിച്ചാൽ മതി. എന്നെ ഉപദേശിക്കാൻ വേണ്ട. ദാദാ ചെക്ക, എന്റെ കൈമൊന്ന് മേടിക്കല്ലേ നീ. ഇനി നീ വായി തോർന്ന കണ്ണട്ടിച്ചാ ഞാൻ പൊളിക്കും. വെറുതെ അല്ലടേ നിന്നെ തല വന്നെ. എപ്പ കണ്ടാലും കിട്ടുന്നുണ്ടല്ല, എനിക്ക് മടുക്കുന്നില്ലേ? എന്റെ പൊന്ന് ജഗ്ഗു, നിനക്കെങ്ങനെ വേണം പറഞ്ഞ് മനസ്സിലാക്കി കൂടെ? ഒന്നുമില്ലേലും ഒരു ക്രിമിനൽ വക്കീലല്ലടാ. നീ എന്റെ അനിയനെ ഉപദേശിക്കാൻ ഒരുത്തനും വരണ്ട. നീ നിന്റെ അനിയന്റെ കാര്യം നോക്കിയാ മതി. കൂടുതൽ കിടന്ന് ബലസിയ അനിയന്മാരുടെ എണ്ണം താനെ കുറയുമോ? നീയൊന്നൊരു ചുക്കും ചെയ്യൂലടാ. തീറ്റിപ്പോറ്റ് നിറച്ച് പന്നികളെ വിട്ട് പണിയാനല്ലേ നിനക്കെല്ലാം പറ്റും. ആണാണെങ്കിൽ നട്ടല് നിവർത്തി പുത്തെടുത്ത് ആമ്പിളേറെ നേർക്ക് നേരെ വാടാ. അവന്റെ ഒരു അമ്മമ്മയുടെ ഭീഷണി. വാടാ ഏട്ടാ. ഒരു സെക്കൻഡ് അനിയ. പിന്നീടല്ല, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളെ കണ്ണൻ മെഹറൂനെ അങ്ങ് കെട്ടി. വിളിക്കാൻ പറ്റിയിട്ട എല്ലാം ചെടുപടിയെന്നായിരുന്നു. ഈ വാർത്തയൊന്ന് നാടുമൊത്തം അറിയിച്ചൊന്ന് സഹായിക്കണം. അപ്പൊ ശരി എന്നാല്. ചാരുമ, മീനാച്ചി, ബാ പോവാലോ. അപ്പൊ
പരിപാടിയെല്ലാം കഴിഞ്ഞില്ലേ? നേരം കുറയായി. എന്നാരെങ്കിലും വീട്ടിൽ കൊണ്ടുവിട്. ഓ അത് ഞാൻ വിട്ടോയി. നീ ഇന്ന് പോണ്ട മോളെ. ഓൻ ആരോ മരിച്ചിട്ട് എവിടെയോ പോയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഇന്നലെ നിന്നോട്ട് എന്ന് പറഞ്ഞു. ആഹാ, അടിപൊളി. രാതുവേ, ഈടത്തെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായില്ലേ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോന്നാ. നീ എവിടെ പോന്ന്? ഇത് നല്ല കൂത്ത്. എനക്ക് പിന്നെ എന്റെ പണിക്കുണ്ടേ. എത്ര വേഗം പോണടാ മോനെ, നിക്ക് ലീവ് നീട്ടിക്കൂടാടാ. വേഗമൊന്നുമില്ല, അടുത്ത ശനിയാഴ്ച പോന്നില്ല. അപ്പൊ നീ ഒരാഴ്ചയും കൂടിയേ ഇല്ലൂ. ഇപ്രാവശ്യം എങ്ങോട്ടാടാ? ഗോവ. ഗോവയാ? എടാ കണ്ണ, ഗോവ. കുട്ടാ, ഗോവ നമുക്ക് പോവാടാ. എടാ ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ എന്നെയും കൂടി കൂട്ടടാ. ഞാനും വരുന്നടാ പ്ലീസ്. എന്താ ഞാനും വരുന്നട്ടാ. ഇതെന്ത് കഷ്ടാന്ന്. എടാ ഞാൻ പണിക്ക് പോന്നേടാ. എന്ത് നാന്നേട്ടാ, നമ്മ അങ്ങനെയാ? പ്ലീസ് 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 പ്ലീസ്. എന്ത് കച്ചറകളാന്ന്. വന്നോ ഊസിക്ക് കയറാനല്ലേടാ ജന്തുക്കളെ. പിന്നല്ലാണ്ട് ഇതാകുമ്പോ ചെലവെല്ലാം നിങ്ങൾ നോക്കും ചെയ്യും. ഫ്രീ ഫുഡ് അക്കോമഡേഷനും കിട്ടും ചെയ്യും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മ മൂന്നാളും അടുത്ത ആഴ്ച ഗോവക്ക് പോകുന്നു. മെഹ്റു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ എടിയും പോടാ. ഞാനും വരുന്ന്. നടക്കൂലേ കുട്ടാ? അതിനാരും ഇവിടെ കൂട്ടുന്നു? അതൊന്നും നടക്കൂലേ മോളെ ദേവു. പ്രായപൂർത്തിയായ പെണ്ണിനെ 3 ആണുങ്ങളപ്പുറൊന്നും ഒറ്റക്ക് വിടാനൊന്നും പറ്റൂല. അതൊട്ടും സുരക്ഷിതല്ല. അതുകൊണ്ട് ഞാനും വരാം. ഓ ഓ ഓ പ്രായപൂർത്തിയായ പെണ്ണിനെയോ വയസ്സായ അമ്മേനെയോ ഈ കാലത്ത് ഒറ്റക്ക് വിടാനേ പറ്റൂല. ഇത് നടക്കൂല. അയ്യോ, ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ട് ഞാനും മാധവട്ടനും കൂടി വരും. ഇന്ന് കല്യാണം കഴിഞ്ഞ പെണ്ണിനെ ചെക്കന്റെ അടുത്തുനിന്ന് മാറ്റി നിർത്താനൊന്നും പറ്റൂലേ. നീ ഏടെ പോകുന്നുണ്ടെങ്കിൽ പെണ്ണിനെയും കൊണ്ടുവേണം. എന്റെ മരുമോൾ ഏടെയാണോ ഇല്ലത് ആടെ ഞാനും എന്റെ മനുഷ്യനും വരും. ചുരുക്കം പറഞ്ഞ ഫാമിലി മൊത്തം ഗോവക്ക് വരുന്നുണ്ടെന്ന് അർത്ഥം. മിക്കവാറും ഗോവ ഇന്ത്യന്ന് മാറ്റേണ്ടി വരും. ഞാൻ എല്ലാരെയും കൂട്ടും. പക്ഷേ ഒരാള് പറഞ്ഞാ മാത്രം. മിസ് ശ്രാവണി കൃഷ്ണ, നീ വരുന്നുണ്ടേല് ഞാൻ എല്ലാരെയും കൂട്ടിട്ട് പോകും. ഞാനാ? നിങ്ങ ഫാമിലി ആയിട്ട് പോയിട്ട് വാ. അതെന്ത് വർത്താനം ചാരു? അതന്നെ, നീ നമ്മളെ മോളല്ലേ. അങ്ങനെ നമ്മളെല്ലാരും ഗോവക്കോന്ന്. ഇനി അടുത്ത മനുഷ്യന്മാരുടെ ഉറക്കം കൂടി നമുക്ക് കളയാം. അപ്പോ കട്ടൻ കാപ്പി ഓഫ് ടു ഗോവ.